Hello everyone, hope you're all doing very good and welcome back to the channel Comrade CA. This is your friend CA Amit. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. For the students, what are the 10 habits that they have to break or overcome to be progressive, to make any progress or rather to get succeed? Success എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a destination and it's different for different people. Okay, അതൊരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് കംസ് ടു എ പോയിന്റ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. പക്ഷേ അവിടെ എത്തുന്നതിന് മുന്നേ ഇഫ് യു ഹാവ് ടു മേക്ക് എനി പ്രോഗ്രസ്, സം പ്രോഗ്രസ്, ഡെഫിനറ്റ്ലി യു നീഡ് ടു ബ്രേക്ക് ദീസ് 10 ഹാബിറ്റ്സ്. ഈ 10 ഹാബിറ്റ് സ്റ്റുഡൻസിന് മാത്രമല്ല, ജീവിതത്തിൽ ആരായാലും you have to break these 10 habits to make some progress, because it's not only students who are learning. Learning never stops. It continues throughout your life. Every stage you are learning something or other. So you have to break this 10 habits so that you will be progressive and reach to your destination. But without wasting any time, let's get started quickly. By the way, if you are new to this channel, definitely you should subscribe to the channel Comrade CA, and this is CA Amit. I make videos on insightful videos on the journey of CA as well as of life. So continue to watch this video till the end. Also, don't forget to subscribe to the channel Comrade CA. Also hit a like button, and if you like these kind of content, please give valuable comments on this video. Okay, so let's get started. Okay, 10 habits എന്തൊക്കെയാണ്? Maybe it's bad habit or it's just a habit. Good or bad, we cannot decide. First habit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ procrastination. Procrastination എന്ന് പറഞ്ഞ ഈ ഹാബിറ്റ് നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. ഡെഫിനറ്റ്ലി ആരായാലും. ഇഫ് ഐ ടോക്ക് അബൌട്ട് മൈസെൽഫ്, യെസ്, പ്രൊക്കാസ്റ്റിനേഷൻ. ഇപ്പം ചെയ്യേണ്ട പിന്നെ ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്തായാലും ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ബ്രേക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്താണ്? പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ടാസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സ്മോൾ ടാസ്ക് ആയിരിക്കാം. ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് അക്യുമുലേറ്റഡ്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓക്കെ, ഒരു സ്റ്റുഡൻറ്റ് ലൈഫ് ആകുമ്പം ഓക്കെ ഡെഫിനറ്റ്ലി ഒരു സി എയുടെ ജേർണിയിൽ ദർ ഇസ് ഗോയിങ് ടു ബി ഹെർക്കുലിയൻ ടാസ്ക്. ഓക്കെ, എല്ലാം ചെറുതായി വരുന്നതൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ക്രിയേറ്റ് എ കെയോസ്, ഒരു ഡിസ്ട്രക്റ്റീവ് മൂഡിലേക്ക് പോകും. സോ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യാതെ ഇമീഡിയറ്റ്ലി അതിനെ റിസോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ടൈംലി എഫേർട്ട് എടുത്ത് അതിന് ഇന്ന് ചെയ്യേണ്ട ടാസ്ക് ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളത്. ഇന്ന് ചെയ്യേണ്ട ടാസ്ക് എന്നാൽ ആരെങ്കിലും തരുവല്ല ചെയ്യുന്നത്, യു യുവർസെൽഫ് ഹാസ് ടു ഡിസൈഡ്. So procrastination is that you never worked on a goal, you did not decide a goal. Okay, deciding of goal late ആവരുത്. ഓക്കെ, അതിൻ്റെ മുകളിൽ എന്തൊക്കെ എഫേർട്ട് ഇടണം എന്നുള്ള പോയിൻറ്റ്സ് എഴുതാനുള്ളത് ലേറ്റ് ആവരുത്. നെക്സ്റ്റ്, അതിൻ്റെ മുകളിൽ എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം ലേറ്റ് ആവരുത്. സോ ദിസ് ഇസ് ഓൾ പ്രൊക്കാസ്റ്റിനേഷൻ. ഓക്കെ, പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇപ്പം ചെയ്യേണ്ട ടാസ്ക് ഇപ്പം തന്നെ ചെയ്യുക, പിന്നെ ചെയ്യേണ്ട ടാസ്ക് പിന്നെ ചെയ്യുക, അത്ര മാത്രമല്ല. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ആൻ ആക്ഷൻ. അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ. രണ്ടാമത്തെ പോയിന്റ്, ഡിസ്ഓർഗനൈസേഷൻ. ഡിസ്ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഒരു സ്റ്റുഡൻറ്റ് ലൈഫിലോ അല്ലെങ്കിൽ നോർമൽ എനിബഡീസ് ലൈഫ്, ഇഫ് തിങ്സ് ആർ മെസ്ഡ് അപ്പ്. ഓക്കെ, അത് മെസ്ഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, അല്ലേ, എല്ലാ കാര്യങ്ങളൊന്നും ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ ഉണ്ടാവും. ഓക്കെ, ഇന്ന് എന്തെന്ന് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അത് ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ടേബിൾ സെറ്റപ്പ് ആണെങ്കിലും, നിങ്ങൾ സ്റ്റഡി ടേബിൾ ആണെങ്കിലും, or what are you going to prepare for, or what are you going to study for, or what are you going to plan for, എല്ലാം ഒന്ന് ഒരു ഓർഗനൈസ്ഡ് വേയിൽ എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെടുത്തി വെക്കുക എന്നുള്ളത്. അത് മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. ഓക്കെ, ഈ പ്രൊക്കാസ്റ്റിനേഷൻ ആൻഡ് ഡിസ്ഓർഗനൈസേഷൻ ഇസ് നോട്ട് ദെയർ ഫോർ മീ, അറ്റ്ലീസ്റ്റ് ഐ ആം മേക്കിംഗ് ഇറ്റ് മോർ ഓർഗനൈസ്ഡ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പം ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡിസ്ഓർഗനൈസ്ഡ്, ആൻഡ് ദെൻ ഓക്കെ ഇറ്റ് കംസ് ടു മൈ മൈൻഡ്, ഓക്കെ ഐ നീഡ് ടു ബി ഓർഗനൈസ്. അത് ഓർഗനൈസ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ്സിലേക്ക് പോകാൻ പറ്റുന്നത്. തേർഡ് തിങ് ഈസ് മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് ഒരു സി എയുടെ ഒരു
ജേർണിയിൽ മൾട്ടി ടാസ്കിങ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഡെഫിനറ്റ്ലി ദെയർ, യു കനോട്ട് എസ്കേപ്പ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ ഫൗണ്ടേഷൻ ചെയ്യുന്നു, ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇൻ്ററിലേക്ക് പോകുമ്പോഴൊക്കെയാണോ കോളേജ് ആൻഡ് സ്റ്റഡീസ്, കോളേജിൻ്റെ സ്റ്റഡി, കോളേജിൻ്റെ പാർട്ടിസിപ്പേഷൻ, ദർ ആർ മെനി തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഓർഗനൈസ്. ആ ലെവലിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്ത് തുടങ്ങും. ഡെഫിനറ്റ്ലി ആ മൾട്ടി ടാസ്കിൻ്റെ ലെവൽ പിന്നെയും കൂടുന്നത് ഇറ്റ്സ് ലൈക്ക് യു ആർ ടേക്കിംഗ് അപ്പ് യുവർ എഡ്യൂക്കേഷൻ, ആൻഡ് ഐ മീൻസ് സി എ സ്റ്റഡീസ് തന്നെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഡിഫറെൻറ്റ് വേയിലാണ് പഠിക്കേണ്ടത്, ഡിഫറെൻറ്റ് വേ ഓഫ് സ്റ്റഡി പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ്. അവിടെയൊക്കെ മൾട്ടി ടാസ്കിങ് ഇൻവോൾവ് ആണ്. പക്ഷേ മൾട്ടി ടാസ്കിങ്ങിനെ നമ്മൾ ഇവിടെ ഈ പോയിന്റ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ടു ബ്രേക്ക് ദ ബാഡ് ഹാബിറ്റ്, ഓക്കെ, ടു ഓവർകം. ദാറ്റ് മീൻസ് മൾട്ടി ടാസ്കിങ് അപ്ഫ്രണ്ട് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് വിത്തൗട്ട് എനി ചോയ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ആ മൾട്ടി ടാസ്കിങ്ങിൻ്റെ അകത്തും യു ഹാവ് ടു കീപ് ദ ഫോക്കസ് ഓൺ വൺ തിങ്. ദാറ്റ് മീൻസ് വൺ തിങ് അറ്റ് എ ടൈമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിംപ്ലി ഞാൻ പറയുമ്പോൾ ലോ ഉണ്ട്, ടാക്സ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടത്, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് എല്ലാം നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിൽ മാത്രം കംപ്ലീറ്റ് കൊടുത്താലേ അതിന് ഒരു 80% ലെവലിൽ അതിന് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് സ്റ്റഡി അല്ലാതെ ഇപ്പം ഞാൻ ഓക്കെ എൻ്റെ ഓഫീസിലെ കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം കറക്റ്റായി ഫോക്കസ് ചെയ്ത് അത് ഇവിടെ കംപ്ലീഷൻ ലെവലിലേക്ക് തീർക്കാൻ പറ്റുള്ളൂ, അടുത്തത് എടുക്കുക. എല്ലാം ടുഗെദർ തന്നെയാണ് ഉള്ളത്. ബട്ട് സ്റ്റിൽ ഔട്ട് ഓഫ് ദാറ്റ് മൾട്ടി ടാസ്കിങ് യു ഹാവ് ടു ഫോക്കസ് ഓൺ വൺ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പം മൾട്ടി ടാസ്കിങ്ങിനെ നമ്മൾ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് ഫോക്കസ് ഓൺ വൺ തിങ് ആൻഡ് ഗെറ്റ് ഇറ്റ് കംപ്ലീറ്റഡ്. ഒരു ടൈമിൽ ഒരു കാര്യമേ നടക്കുള്ളൂ, പക്ഷെ അതിനെ നന്നായിട്ട് ഇൻ ആൻഡ് ഔട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് തിങ്, ക്രാമിങ്. ഓക്കെ, സി എ ജേർണിയിൽ അല്ലെങ്കിൽ നോർമൽ യുവർ സ്റ്റഡീസിലാണെങ്കിലും ക്രാമിങ് എത്രമാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്? ക്രാമിങ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റഡീസിൽ അധികം ഞങ്ങൾ ക്രാമിങ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആയിരിക്കും അല്ലെങ്കിൽ മാസങ്ങൾ മുന്നേ ആയിരിക്കും ചിലപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ തീവ്രതയിൽ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ ക്രാമിങ് വരുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ക്രാമിങ് ഒരു സ്വഭാവക്കാർ തന്നെയായിരിക്കും. സോ നമ്മളെന്താ ചെയ്യുക? നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല എന്ന് വെച്ചാൽ ഇപ്പോഴേ പഠിച്ചിട്ട് എന്തിനാണ്, നമ്മൾ മറന്നു പോകില്ല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സമയം നമുക്കൊന്ന് എത്ര മാസം വേണം പഠിക്കാൻ, എത്ര മാസം വേണം, ഇതിപ്പോൾ ചോദ്യം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ഓക്കെ, നമുക്കൊരു ഏകദേശം 3 മാസം മതി. അപ്പോൾ 3 മാസം കൊണ്ട് നമ്മളെങ്ങനെയെങ്കിലും അതിനെ കണ്ടിന്യൂസ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അന്നേരം മറക്കൂല, അപ്പോൾ തന്നെ എഴുതാണ്. ഇതാണ് ക്രാമിങ്. ഈ ക്രാമിങ് ഉള്ളത് ആക്ച്വലി ഇതിനകത്ത് വർക്കൗട്ട് ആവില്ല. ദാറ്റ് മീൻസ് ഫൗണ്ടേഷൻ പഠിക്കുമ്പം നിങ്ങൾ നോർമൽ ഗ്രാജുവേഷൻ്റെയും അല്ലെങ്കിൽ സ്കൂളിൻ്റെ പഠിത്തത്തിനേക്കാളും ഒരു 20 to 30% മാത്രമേ എക്സസ് ഉള്ളൂ ഫൗണ്ടേഷൻ പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാനേജ് ആയി പോകുമായിരിക്കും, ചിലപ്പോൾ മാനേജ് ആയി പോകും, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എക്സോസ്റ്റീവ്. പിന്നെ ഇൻ്റർമീഡിയറ്റിലെത്തുമ്പം ഇതിൻ്റെ എക്സാക്ട്ലി മീൻസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ 30% അല്ല വന്നത്, അതിൻ്റെ ഡയറക്റ്റ് 100% എക്സസ് ആയിരിക്കും പിന്നെ വരിക. ഫൈനലിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ എക്സസിൻ്റെ കാര്യം പറയണ്ട. അപ്പം ഈ ഒരു പേസിൽ പോകുമ്പം യു ക്യാൻ നോട്ട് ക്രാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി. ക്രാമിങ് യു കനോട്ട് ഡു ഫോർ ലോങ്. അപ്പോൾ ക്രാമിങ് ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈമും ആയിരിക്കും, ബിക്കോസ് ഞങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ ഓർമ്മിക്കാനും പറ്റില്ല, പിന്നെ നമ്മളെ എനർജി അധികം ലൂസാവും. അങ്ങനെ ചെയ്യാതെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക് ഫോർ യു. സോ ബ്രേക്ക് ദിസ് ഹാബിറ്റ് ഓഫ് ക്രാമിങ്. നമ്മൾ ടൈംലി അപ്പം ഈ എൻഡ് ഓഫ് ദ അവറിൽ പഠിക്കാതെ തുടക്കം മുതലേ പഠിക്കുക എന്ന് പറയുമ്പം ക്രാം ചെയ്തിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് വേ പഠിക്കണം. ചില ആൾക്കാർ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ വൈഫ് അങ്ങനെയാണ് പറയുന്നത്, ഒറ്റ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കാര്യം. ഓക്കെ, ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എനിക്കങ്ങനെയല്ല, എനിക്കറിയാം ഒരു പ്രാവശ്യം വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? 2-3 തവണ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമോ? അത് മാത്രമല്ല, ഞാൻ കുറച്ചുകൂടി ഇമോഷണലാണ്. എനിക്ക് ഡ്രാമയും സോങ്സ് സ്റ്റോറീസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലായെന്നാണെന്നുണ്ടെങ്കിൽ ആ വായിച്ച കണ്ടൻറ്റ് ഞാനൊരു കഥ, ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കും.
ഓക്കെ, ഒരു സംഭാഷണം കൊടുക്കും. അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കുറേ സമയം വരെ അതിനെ ഓർമ്മയുണ്ടാവും. അതിപ്പം സിയുടെ പഠിത്തം മാത്രമല്ല, ഞങ്ങൾ സ്കൂളിലുള്ള പഠിത്തവും അതും ഇതൊക്കെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ബിക്കോസ് ഐ മെയ്ഡ് ദം ഇൻ ടു സം ക്യാരക്ടേഴ്സ് ഓർ സം സ്റ്റോറി ഓർ സംതിങ് വിച്ച് ഐ ക്യാൻ റിലേറ്റ് ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഡിസ്കസ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ മെയ്ഡ് ഇറ്റ് ടു എ പോയിന്റ് വിച്ച് ഐ ക്യാൻ റിലേറ്റ് ടു ആൻഡ് ഇറ്റ്സ് ദെയർ ഇൻ മൈ മൈൻഡ് ഓൾവേസ്. അതാണ് ക്രാമിൻ്റെ. പിന്നെയുള്ളത് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ഇതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യുന്നു. ആ പ്ലാൻ റിയലിസ്റ്റിക് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയില്ല. ഓക്കെ, നമ്മളിപ്പം ഒരു സ്റ്റഡി പ്ലാനും ഗോളും സെറ്റ് ചെയ്തതിന് ശേഷം ഇറങ്ങുമ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇത് ടഫാണ്, ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ചിലപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൂണ്ടാവും. അപ്പോൾ തന്നെ ഒക്കെ എന്ന് പറയാം, ഒന്നും നടക്കുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഗിവ് അപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാതെ എന്താ ചെയ്യേണ്ടത്? അൺറിയലിസ്റ്റിക് ആയ പ്ലാനിനെ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിനെ എന്നും റിവൈസ് ചെയ്യാം. എല്ലാ ആഴ്ചയിലും അതിനെ റിവൈസ് ചെയ്യണം മീൻസ് ഇത്ര കുറച്ചു, ഇത്ര പറ്റില്ല, ഇത് കുറയ്ക്കുക, ഇനിയും കുറയ്ക്കുക, അതല്ല ചെയ്യേണ്ടത്. നമ്മളൊരു പ്ലാനിന് വെച്ചതിന് ശേഷം ആ പ്ലാനിന് നമ്മളെങ്ങനെയാണ് ആ പ്ലാനിലേക്ക് എത്തിയത്, ഒന്നെങ്കിൽ നമ്മളെ പാസ്റ്റിൽ ഞങ്ങൾ എങ്ങനെയാണ് സ്കൂളിൻ്റെ പഠിത്തമൊക്കെ ചെയ്ത് അതിന് കണക്കായിട്ട് തന്നെ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ സം സീനിയേഴ്സിൻ്റെ അടുത്ത് അഡ്വൈസ് എടുത്തിട്ട് നമ്മൾ അതിനെ കണക്കായിട്ട് പ്ലാൻ ചെയ്തു ഇത്ര ചെയ്യണം എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് എത്ര പറ്റും എത്ര പറ്റില്ല എന്നുള്ളത് നമ്മൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെയും കൂടിയും കുറച്ച് കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ റൂട്ടീനും ഷെഡ്യൂളും, അല്ലെങ്കിൽ നമ്മളെ ടേസ്റ്റ് ഓഫ് തിയറി നല്ലതാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നല്ലതാണ്, ഈ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്ലാനിനെ റിവൈസ് ചെയ്യാം, ഇംപ്രൂവൈസ് ചെയ്യാം. ഇംപ്രൂവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെയ്ത് കഴിഞ്ഞു, ഇത് ഇത്രയും നന്നായി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എനിക്കിപ്പോൾ പറ്റുന്നില്ല, ഇത് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യും. ദാറ്റ് മീൻസ് സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക. ദാറ്റ് മീൻസ് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. ഇതൊക്കെ ഈ സ്പെസിഫിക് മെഷറബിൾ എന്നൊക്കെ ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഗൂഗിൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില വേർഡ്സ് ഒക്കെയാണ്. പക്ഷെ അതിനകത്ത് പിന്നിലത്തെ കാര്യം ആക്ച്വലി ഇസ് ദിസ് വൺ. അത് സ്പെസിഫിക് ആയിട്ട് ഇന്നേത് എനിക്ക് ചെയ്യണം, ഇന്നേത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഗോൾസും ടാസ്കിലും അറൈവ് ചെയ്യലാണ്. ഓക്കെ, ഇത് പഠിത്തത്തിന് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോഴും അത് വരും. സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഉറക്കം, ഇഗ്നോറിങ് സ്ലീപ്പ്. ഓക്കെ, ഇഗ്നോറിങ് സ്ലീപ്പ് എനിക്ക് വളരെ ബാഡ് ഹാബിറ്റ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്നൊരു ഇതാണ്. ദാറ്റ് മീൻസ് ടൈംലി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ക്രാമിങ്ങിനെ കൂടുതൽ ചെയ്യേണ്ട ഒരു ആയി വരും. അതെന്ന് വെച്ചാൽ ക്രാമിങ് എന്തുകൊണ്ട് ചെയ്തു വരുന്നു? ടൈമില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെയും പഠിച്ച് മനസ്സിലാക്കി പഠിക്കാനും സമയമില്ല. പെട്ടെന്ന് തന്നെ അതിന് രാത്രി ഫുൾ ഇരുന്നിട്ടൊക്കെ പഠിച്ച് ഇതൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ വെച്ചാൽ നമ്മൾ സ്ലീപ്പ് ഡിപ്രിവേഷൻ, ആൻസൈറ്റി, അല്ല നമ്മൾ കോഗ്നേറ്റീവ് ഫംഗ്ഷനൊന്നും ഫ്രഷ് ആയിട്ടൊന്നും എഴുതാനൊന്നും പറ്റില്ല. ഓക്കെ, നമ്മൾ ഓർത്തെടുക്കാനുള്ള സമയം തന്നെ നമ്മൾ സ്ലീപ്പ് ഇല്ലാത്ത കാരണം ഇറ്റ് വിൽ ഗോ. എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ ഐ ഹാവ് മെയ്ഡ് വീഡിയോസ് ഓൺ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സ്ലീപ്പിന് ഓക്കെ യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് മീൻസ് ത്രൂ ഔട്ട് ഒരു പ്രിപ്പറേഷനിൽ ഐ വിൽ നോട്ട് സേ ദാറ്റ് യു വിൽ ബി സ്ലീപ്പിംഗ് പ്രോപ്പർലി. ഓക്കെ, സ്ലീപ്പിങ്ങിൻ്റെ ചിലപ്പോൾ പാറ്റേൺസ് വിൽ എഫക്റ്റ് ബേസ്ഡ് ഓൺ യുവർ സ്കെയിലിംഗ് അപ്പ് ഓഫ് ദ സ്റ്റഡീസ്. പക്ഷെങ്കിൽ വെൻ യു ആർ റീച്ചിങ് ടു ദി ലാസ്റ്റ്, ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് 1 month ബിഫോർ ഒക്കെ ആകുമ്പം ഓൾവേസ് ചെക്ക് ദാറ്റ് യു ആർ സ്ലീപ്പിംഗ് അറ്റ്ലീസ്റ്റ് 6 to 7 hours. 6 to 7. ഈ 6 to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്തിട്ടുള്ള മാത്രം സ്ലീപ്പല്ല. സ്ലീപ്പ് ചെയ്യാൻ പോകുമ്പോൾ വെൻ യു ആർ ഗോയിങ് ടു സ്ലീപ്പ്, make that it is relaxing sleep for your 6 to 7 hours, and then you'll be fresh and you'll find that you are able to recall things, okay, in a better manner. It will work definitely. Believe it. Okay, അപ്പോൾ sleep don't ignore. Then is skipping meals. I always skip meals. It's not only during my CA journey but during my work also. ചെറിയൊരു ടെൻഷൻ കയറിയാൽ മതി. അപ്പം ടെൻഷൻ എങ്ങനെ കയറുന്നു അറിയില്ല, ചുമ്മാ ചെറിയ പേടുത്തൂരിയാണ്, ടെൻഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, രാവിലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പോവില്ല. ഇനിയിപ്പോൾ എക്സാമിന് പോവുകയാണ്, എന്തൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, എക്സാമിന് പറ്റില്ല. അപ്പം ഇതിനെ ഓവർകം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് മീൽസ്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. സോ വാട്ട് ഡു യു ഡു? എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഇനി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്
കുറച്ചെന്തെങ്കിലും ഒരു അരമണിക്കൂർ പോയതിനു ശേഷം വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചേക്കുക. പിന്നെ എക്സാമിന് ജസ്റ്റ് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കുക. അന്നേരം ടെൻഷൻ ഇതൊക്കെ കീറുന്നുണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും തീർച്ചയാണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ കഴിക്കും. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദി എക്സാം പ്രിപ്പറേഷൻ ഞാൻ പറയുകയാണ്. ഓൾസോ ഇഫ് യു ആർ ഗോയിങ് ടു വർക്ക് ഓർ ഇഫ് യു ആർ ഗോയിങ് ഫോർ എനിത്തിങ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിബഡി, എനി ടൈം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ നോട്ട് ബി ഡ്രെയിൻഡ് ഓഫ് യുവർ എനർജി ആൻഡ് യു വിൽ ബി ഏബിൾ ടു തിങ്ക് ബെറ്റർ. ഓക്കെ, കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്തു പോകും. ഓക്കെ, ബിക്കോസ് ഞങ്ങൾക്ക് അതെന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യണ്ടേ. ഇപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗ് വന്നു, മറ്റേതാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകും. അവിടെ എത്തിക്കഴിഞ്ഞ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് വെള്ളവും കുടിച്ച് നിന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ടെൻഷൻ എടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ആക്ച്വലി ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡ്രെയിൻഡ്, യുവർ എനർജി ഈസ് ഗെറ്റിംഗ് ഡ്രെയിൻഡ്. ഓക്കെ, പുറത്തുള്ള ഞാൻ എൻ്റെ ഓഫീസിലുള്ള കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദി ഡിഫറെൻറ്റ് പീപ്പിൾ വാട്ട് ദേ ഡു ഈസ് ദാറ്റ് അവർ കോഫി അടിച്ച് സ്റ്റിമുലൻ്റ് അടിച്ചിട്ട് നിൽക്കും. സ്റ്റിമുലൻ്റ് അടിച്ച് അല്ല പുറത്ത് പോയി സിഗരറ്റൊക്കെ വലിച്ച് നിൽക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഹെവി മീൽ, ലഞ്ച് ഇതൊക്കെ കഴിക്കും. പക്ഷേങ്കിൽ അതിനാണ് വൈ ആർ യു ഡ്രെയിനിങ് ഓഫ് യുവർ എനർജി? നമ്മൾ രാവിലെ എണീറ്റ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യുവർ തോട്ട് പ്രോസസ് ഇസ് ഗുഡ്. നമ്മൾ എനർജി ഒന്നും ഡ്രെയിൻഡ് ഓഫ് ആയില്ല. യു വിൽ ലുക്ക് സ്മാർട്ട്, യു വിൽ ഫൈൻഡ് സൊല്യൂഷൻസ്, യു വിൽ ഡു എവറിത്തിങ്. അല്ലേ, ജസ്റ്റ് സർവൈവൽ മാത്രമല്ല. എന്തിനാണ് അങ്ങനെ ഒരു ബാറ്റിലേക്ക് പോകുന്നത്? ജസ്റ്റ് you will do much better. So have your breakfast, have your good breakfast and then set off. Everything will go fine. പിന്നെയുള്ളത് നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഞങ്ങൾ അധികവും ചെയ്യുന്നൊരു കാര്യമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. എങ്ങനെയാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്തിനാണ് സ്വയം ബൂസ്റ്റ് ചെയ്ത് പറയേണ്ടത്, അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് പറയുക തന്നെ ചെയ്യും. ഓക്കെ, എൻ്റെ ഒന്നും ആയില്ലടപ്പം, എൻ്റെ ഒന്നും നടക്കുന്നില്ല, നമ്മളെല്ലാം എത്താൻ എന്താണ്, അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് സെൽഫ് ടോക്ക് വരും. ഓക്കെ, നെഗറ്റീവ് ഇൻ ദ സെൻസ് ഇറ്റ്സ് ലൈക്ക് നമ്മളൊന്നുമല്ല ഇല്ല എന്നുള്ളത് വളരെ ഇതായിട്ട് നിൽക്കും. ഓക്കെ, നമ്മൾ വല്ല പണ്ഡിതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബി പോസിറ്റീവ്, നടക്കും. വി ആർ ഗുഡ്, നത്തിങ് ഹാസ് ടു ബി സെഡ്. അതേഴ്സ് ആർ ഗുഡ്, യു ആർ ഓൾസോ മച്ച് ബെറ്റർ ദാൻ ദാറ്റ്. ഓൾവേസ് കീപ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. You're not in comparison with anyone else. It's just you're not giving a negative self-talk. You are saying to yourself that you can do it. You can manage this. You can overcome this. Because you have to keep working on all those things. Okay. അപ്പോൾ ആരെയും വിളിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡോണ്ട് സേ നെഗറ്റീവ് അബൌട്ട് യുവർ സെൽഫ് ടു അതേഴ്സ് ആസ് വെൽ ആസ് ടു yourself. And that is the biggest thing. Don't say negatively about anything. Okay, then is comparing yourself to others. Okay, comparing yourself to others definitely will compare, അല്ലേ? അങ്ങനെ ഡെഫിനറ്റ്ലി വിൽ കമ്പയർ എന്ന് പറയുന്നത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമായിട്ട് അവരെത്ര പഠിച്ചു, അല്ലെ അവരെത്ര ചെയ്തു, അല്ലെ ജീവിതത്തിൽ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു ന്യൂസ് ഞങ്ങൾ കേൾക്കുമ്പം ഇറ്റ്സ് ഡെഫിനറ്റ്ലി വേറെ മൈനോ ഇതെപ്പോഴും വരും. ഓക്കെ, സോ അങ്ങനെ ചെയ്യാതെ വാട്ട് യു ഷുഡ് ഡു ഇസ് ദാറ്റ്, അങ്ങനെ ചെയ്യാതെ വൈ ഇറ്റ് ഈസ് അങ്ങനെ ചെയ്യേണ്ട എന്നത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, യു ഹാവ് ടു അപ്രീഷിയേറ്റ് അതേഴ്സ്, യു ഹാവ് ടു താങ്ക് ഫോർ വാട്ട് എവർ യു ഹാവ് റൈറ്റ് നൗ ആൻഡ് ദെൻ യു ഹാവ് ടു വർക്ക് ഓൺ വാട്ട് യു വാണ്ട്. സിംപ്ലി ദാറ്റ്, യു ഹാവ് ടു വർക്ക് ഓൺ വാട്ട് യു വാണ്ട്. ഓക്കെ, അപ്പോൾ അതേഴ്സിൻ്റെ നമുക്കിത് വരുമ്പോൾ യു ഹാവ് ടു ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ദാറ്റ്. ആ പുറത്തുള്ള ആൾക്കാരെ പറ്റി ഞങ്ങൾ അറിയുമ്പോഴും യു ഹാവ് ടു ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ദാറ്റ്, അപ്രീഷിയേറ്റ് ദാറ്റ് ആൻഡ് ബി പ്രോഗ്രസീവ്. നമ്മളെന്തായാലും പ്രോഗ്രസ് ചെയ്യും. അല്ലാതെ യു ആർ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ് മീൻസ് യുവർ എനർജി ഈസ് ജസ്റ്റ് ലിമിറ്റഡ് ടു വാട്ട് അതേഴ്സ് ആർ തിങ്കിങ് ആൻഡ് യു ആർ ജസ്റ്റ് റെസ്ട്രിക്റ്റിംഗ് യുവർ സെൽഫ്. നെക്സ്റ്റ് പോസിബിലിറ്റിയിലേക്ക് പോവില്ല. അപ്പോൾ പ്രോഗ്രസീവ് ആവണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. ഇത് പറയുമ്പം വളരെ സിമ്പിളാണ്. ജസ്റ്റ് യു ആർ ഹോൾഡിങ് ഓൺ യുവർ തോട്ട്സ് അബൌട്ട് യുവർ സെൽഫ്. അപ്പം നമുക്ക് നമ്മളെ തന്നെ യു ക്യാൻ മേക്ക് പ്രോഗ്രസ് ഓൺ യുവർ സെൽഫ് ബൈ ലീപ്പിംഗ് ഫോർവേഡ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ്സ് ലൈക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ വളരെയധികം ഉണ്ട്. അത് എസ്കേപ്പ് ചെയ്യാനും പറ്റില്ല ഡെഫിനറ്റ്ലി. അപ്പോൾ ഡ്യൂറിങ് മൈ സ്റ്റഡി ഐ യൂസ് ടു സ്വിച്ച് ഓഫ് മൈ ഫോൺ.
ഓക്കെ, ഇറ്റ് വാസ് എൻ എക്സ്ട്രീം സ്റ്റെപ്പ്. അന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേങ്കിൽ വാട്ട് വാസ് ദർ ഇസ് ലൈക്ക്, ഞങ്ങൾ ഓഫീസിൽ നിന്നൊക്കെ നിരന്തരം കോൾ വരും. ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പം പിന്നെ ഇവിടെ നിന്നായിരിക്കും, ക്ലയൻറ്റ് പ്ലേസിൽ നിന്നായിരിക്കും. ഇതെങ്ങനെ ഡീൽ ചെയ്യുക, അങ്ങനെ ചെയ്യുക, അല്ല ഞങ്ങൾ എക്സാമിന് പോയതാന്നുള്ള വിവരമൊക്കെ അവർക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ഇതിനു വേണ്ടി പോയതാണ് അവർക്കറിയാം. സ്റ്റിൽ ദേ വിൽ ബി കോളിങ് ആൻഡ് അഡ്രസ്സിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു. ബട്ട് സ്റ്റിൽ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ് ടൈം ഒരു ലേറ്റ് ഈവനിങ് ടൈം ആകുമ്പോൾ ഞാൻ അതിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വിൽ സി വാട്ട് ആർ മെസ്സേജസ് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ വാട്സപ്പ് വന്നതിന് ശേഷം വാട്സപ്പിൽ ഞാൻ ഇട്ട് വയ്ക്കും, ഞാൻ ബിസിയാണ്, എനിക്ക് മെസ്സേജ് ഇട്ട് വയ്ക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളത് ഇട്ട് വയ്ക്കും. ഇത് സോഷ്യൽ മീഡിയ അഡിക്ഷനെ റെഡ്യൂസ് ചെയ്യുക. സോഷ്യൽ മീഡിയ അഡിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ മേ ബി യു ക്യാൻ സ്വിച്ച് ഓഫ് ഓൾ ദ നോട്ടിഫിക്കേഷൻ, അല്ല നോട്ടിഫിക്കേഷനൊക്കെ റിമൂവ് ചെയ്ത് വയ്ക്കുക. മെസ്സേജ് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യം, എന്തെങ്കിലും ഒരു ഫിയർ, ഓഫീസിൽ നിന്നാണോ വിളിച്ചത് അല്ലെങ്കിൽ മറ്റെവിടുന്നാണോ വിളിച്ചത് എന്നുള്ള ബോധറേഷനൊന്നും ഉണ്ടാവില്ല. ഇഫ് യു ആർ ഓൺ ജോബ്, ഓക്കെ, ജോബ് ഉണ്ടാകുമ്പോൾ ഓഫീസിൽ നിന്ന് വല്ലതും ഇമ്പോർട്ടൻ്റ് കാര്യമായിരിക്കും, അപ്പം മിസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ ഐ ആം അവൈലബിൾ എന്നുള്ളത് നമ്മൾ ഒരു മെസ്സേജിൽ, സ്റ്റേറ്റസിലല്ല, എന്താ പറയുക, നമ്മളെ വാട്സപ്പിൻ്റെ മെസ്സേജ് ഉണ്ടാവില്ല, നമ്മുടെ സ്റ്റേറ്റസിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേങ്കിൽ ഇന്നേ സമയം, എന്തെങ്കിലും ഒരു സമയം കൊടുക്കുക. ആ സമയത്ത് നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുക. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അൺനെസസറിയാണ്, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീഡിയാസ്, മേ ബി വാട്സപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ടീംസ് ആയിരിക്കും, അല്ലെങ്കിൽ മെയിലായിരിക്കും, ഔട്ട്ലുക്ക് ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒരു ഒരു ടൈം ഡെലിഗേറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ നമ്മൾ നോക്കുക. ആ ടൈമിൽ നോക്കിയതിന് ശേഷം ആ ടൈമിൽ മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, അത് നോക്കിയതിന് ശേഷം ടെൻഷൻ അടിക്കാനോ മറ്റടിക്കാനോ ഒന്നും പോകണ്ട. ചില ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ യു ഗീവ് ആൻ അനദർ ടൈം സ്ലോട്ട് വേർ ഐ എം ഗോയിങ് ടു വർക്ക് ഓൺ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ കഴിയുമ്പോൾ ആ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഇവന് ഇങ്ങനെ റിപ്ലൈ ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പം അത് നമ്മൾ പബ്ലിഷും ചെയ്യുക, അതിന് കണക്കായിട്ട് തന്നെ ആക്റ്റും ചെയ്യുക. യു വിൽ ബി ഫ്രീ, ഓക്കെ, ഓഫ് എനിബഡി കമ്മിങ് ആൻഡ് നോ യു ഷുഡ് ബി ഗീവ് മീ ഇമീഡിയറ്റ്ലി എന്ന് പറയുമ്പം യു ഷുഡ് കീപ് യുവർ പ്രയോറിറ്റീസ് അഹെഡ് ദാൻ ഓഫ് അതേഴ്സ്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ 10 ഹാബിറ്റ്സിൻ്റെ മുകളിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ മേക്ക് എ ലിറ്റിൽ പ്രോഗ്രസ് അഹെഡ്. ഓക്കെ, and then you will be reaching on to a better position so that you can call it as a success or to a next level. Definitely you will be reaching. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് ലൈക്ക് ദിസ് കണ്ടന്റ്, പ്ലീസ് ഡു ഹിറ്റ് എ ലൈക്ക് ബട്ടൺ, ഓൾസോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ, comment, see you, and stay tuned for the next video. Until then, this is Amit signing off. Stay healthy, stay motivated, and stay connected. Thanks a lot for watching this video.